മാനവരാശിയുടെ ഉത്ഭവം മനുവിൽ നിന്നാണെന്നും ഈ ലോകത്തെ മുഴുവൻ നിയമാനുസൃതം അടക്കിവാണ് മാനവസമൂഹത്തെ യുഗങ്ങൾ തോറും മാർഗ്ഗദർശനം ചെയ്തുകൊണ്ടിരിക്കുന്നത് മനുക്കളാണെന്നാണ് പുരാണങ്ങൾ പറയുന്നത്. പുരാണങ്ങളിൽ പ്രളയം, പ്രഭവം, വംശം, വംശചരിതം, പുരുഷാർത്ഥങ്ങൾ ഇവയെക്കുറിച്ചൊക്കെ കഥാരൂപേണ വിശദീകരിക്കുന്നുണ്ട്. അതിൽ മന്വന്തരം, കൽപ്പം, ദിവ്യമാനവ സംവത്സരങ്ങൾ എന്നിവയെക്കുറിച്ചും അതിന്റെ ആധിപത്യം വഹിക്കുന്ന മനുക്കൾ, സാമ്രാട്ടുക്കൾ, ഋഷിമാർ, ഇന്ദ്രാദികൾ ഇവരെക്കുറിച്ചും വിവരിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മുഴുവനായും കേൾക്കുവാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ വിഷയം സ്വയംഭൂ മനുവും മനുഷ്യകുലവും മനുസ്മൃതിയും. ആദ്യത്തെ മനു സ്വയംഭൂ മനുവാകുന്നു. ഭഗവാന്റെ നാഭിയിൽ നിന്നുളവായ താമരയിൽ നാൻമുഖൻ വിരാജിച്ചുകൊണ്ട് സൃഷ്ടിക്രിയ ആരംഭിച്ചു. തന്റെ ആദ്യ സൃഷ്ടിയായ സപ്തർഷികളും സനൽകുമാരാദികളും സൃഷ്ടിവർദ്ധനവിനായി ശ്രമിക്കാത്തതിൽ ബ്രഹ്മാവ് ആശ്ചര്യപ്പെട്ടു. പുരുഷനും ഒരു സ്ത്രീയും ഉത്ഭവിച്ചു. സർവലക്ഷണ സംയുക്തരായ തന്റെ ആത്മസംഭൂതരെ സ്വയംഭൂവായതിനാൽ അതേ നാമം നൽകി സ്ത്രീയെ ശതരൂപയെന്നും നാമകരണം ചെയ്തു. അപ്രകാരം പ്രഥമ മനുവായി സ്വയംഭൂവനെ വാഴിച്ച് ശതരൂപറാണിയെ പത്നിയായി കൊടുക്കുകയും ചെയ്തു. സൃഷ്ടി ചെയ്യാൻ അവരോട് ആവശ്യപ്പെടുകയും മൈഥുന പ്രക്രിയയിലൂടെ അവരത് നിർവഹിക്കുകയും ചെയ്യുകയാണ്. പ്രജാവൃദ്ധി ഉണ്ടാക്കിയ ഈ മനുവിന്റെ പരമ്പരയത്രേ മനുഷ്യകുലം. മാനവ കുടുംബത്തിലെ ആദ്യ സന്താനങ്ങളായി പ്രിയവ്രതൻ, ഉത്താനപാദൻ എന്നീ 2 പുത്രന്മാരും ആകുതി, ദേവഹുതി, പ്രസൂതി എന്നീ 3 പുത്രിമാരും ജനിച്ചു. പുത്രിമാരെ യഥാക്രമം രുചി, കർദമൻ, ദക്ഷൻ എന്നിവർക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നു. രുചിക്ക് ആകുതിയിൽ യജ്ഞനും, കർദമ പ്രജാപതിക്ക് ദേവഹുതിയിൽ കപിലനും, പ്രസൂതിയിൽ ദക്ഷന് 27 കന്യകമാരും ജനിക്കുന്നു. അവരെ ധർമ്മൻ, ഭൃഗു, മരീചി, വസിഷ്ഠാദി മുനിമാരും പിതൃഗണം അഗ്നി ഇവരും സ്വീകരിച്ച് ഒരു പുത്രി ശ്രീപരമേശ്വരനെയും സ്വീകരിച്ചു. പ്രിയവ്രതൻ വിശ്വകർമ്മപുത്രിയായ ബർഹിഷ്മതിയെ വിവാഹം ചെയ്തു. അഗ്നിഘ്നൻ, യജ്ഞബാഹു, മേധാതിഥി തുടങ്ങി 10 പുത്രന്മാരുണ്ടായി. പിതൃതുല്യരായ ഇവർ സൗശീല്യ ഗുണവാന്മാരും കർമ്മനിഷ്ഠരും സുന്ദരന്മാരുമായിരുന്നു. രണ്ടാമത്തെ പത്നിയിൽ പ്രിയവ്രതന് ഉത്തമൻ, താമസൻ, രൈവതൻ ഇങ്ങനെ 3 പുത്രന്മാരുണ്ടായി. ഇവരൊക്കെ മനുക്കളായി മന്വന്തരങ്ങളിൽ ഭൂതലത്തിൽ വാണിരുന്നു. പ്രിയവ്രതന് തന്റെ സാമ്രാജ്യത്തിന്റെ ഒരു വശത്ത് മാത്രമേ സൂര്യപ്രകാശം പരക്കുന്നുള്ളൂ എന്ന് മനസ്സിലാകുന്നു. മറുവശത്ത് അന്ധകാരം മാത്രം. താനിത് സഹിക്കില്ല എന്ന് നിശ്ചയിച്ചു. ഒരു സൂര്യസദൃശമായ രഥമൊരുക്കി ജഗത്തിനെ മുഴുവൻ പ്രകാശപൂർണമാക്കുവാൻ നിത്യവും 7 തവണ ഭൂമിയെ വലം വച്ചു. ഇത് കാരണം ഭൂതലത്തിൽ ചക്രമുരുണ്ട് വലിയ ചാലുകളുണ്ടായി. അതിൽ ജലം നിറഞ്ഞ് സപ്തസാഗരങ്ങളുണ്ടായി. അവയ്ക്കിടയിൽ 7 ഭൂഖണ്ഡങ്ങളും വേർതിരിഞ്ഞു വന്നു. അവ ജംബുദ്വീപം, പ്ലക്ഷം, ശാൽമിലം, കുശം, ക്രൗഞ്ചം, ശാകം, പുഷ്കരം എന്നിങ്ങനെ സപ്തദ്വീപുകളായി. ജംബുദ്വീപിൽ 9 വർഷങ്ങളുള്ളതിൽ ഒന്നത്രേ ഭാരതവർഷം. പ്രിയവ്രതന്റെ 3 പുത്രന്മാർ നൈഷ്ഠിക ബ്രഹ്മചാരികളായ കവി, മഹാവീരൻ, സവനൻ എന്നിവരായിരുന്നു. അവർ സന്യാസിമാരും ശേഷിച്ച 7 പുത്രന്മാരും സപ്തദ്വീപുകളുടെ അധിപന്മാരുമായിത്തീർന്നു. ഇക്കാലത്ത് സ്വയംഭൂമനു എല്ലാം ഉപേക്ഷിച്ച്
രാജ്യം വിട്ട് പത്നിയോടൊപ്പം സുനന്ദാതീരത്ത് 100 വർഷം തപസ്സു ചെയ്തു. പിന്നെ ഇന്ദ്രനായി സ്വർഗ്ഗപതി സ്ഥാനമേറ്റു. ഇവർ നൈമിഷാരണ്യത്തിൽ വസിച്ച് തപസ്സനുഷ്ഠിച്ചതിന്റെ സ്മരണകളിൽ അവിടെയുണ്ട് ഇന്നും. കൃതയുഗത്തിലെ നിയമായിട്ടുള്ള മനുസ്മൃതികാരൻ സ്വയംഭൂമനുവായിരുന്നു. എല്ലാ ധർമ്മകർമ്മങ്ങളും അന്ന് മനുസ്മൃതിക്കനുസരിച്ചാണ് നടത്തിയിരുന്നത്. ഇന്നും മനുസ്മൃതി ഒരു ചർച്ചാവിഷയമാണല്ലോ. സ്മൃതിയായ ധർമ്മഗ്രന്ഥമാണ് മനുസ്മൃതി. മനുസ്മൃതികാരൻ സ്വയംഭൂ മനുവുമാണ്. സാക്ഷാൽ പത്മനാഭന്റെ നാഭീപത്മത്തിൽ നിന്ന് ചതുർമുഖ ബ്രഹ്മാവ് ആവിർഭവിച്ച് മൈഥുന സൃഷ്ടിയുടെ സങ്കല്പം ചെയ്തുകൊണ്ട് തന്റെ തന്നെ ശരീരത്തിലെ സ്വയംഭൂമനുവിനെയും മഹാറാണി ശതരൂപയെയും പ്രകടമാക്കി. ആദിയിലുണ്ടായ മനുവത്രേ സ്വയംഭൂമനു. സ്വയം ഉണ്ടായതിനാൽ സ്വയംഭൂമനുവായി. രണ്ടാമത്തെ മനു സ്വരോജിഷൻ. ഇപ്രകാരം ഔത്തമൻ, താമസൻ, രൈവതൻ, ചാക്ഷുഷൻ ഇങ്ങനെ മനുക്കളുണ്ടായി. ഇവരുടെ കാലം അഥവാ മന്വന്തരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഏഴാമത്തേതായ വൈവസ്വതമനുവിന്റെ മന്വന്തരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി 7 മനുക്കൾ കൂടി ഉണ്ടാകും. അവർ യഥാക്രമം സൂര്യസാവർണി, ദക്ഷസാവർണി, ബ്രഹ്മസാവർണി, ധർമ്മസാവർണി, രുദ്രസാവർണി, രൗദ്രസാവർണി, ഭൗത്യസാവർണി ഇവരായിരിക്കും. മാർക്കണ്ഡേയ പുരാണത്തിൽ ഇത് പരാമർശിക്കുന്നുണ്ട്. ഈ മന്വന്തരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ സൃഷ്ടിയിൽ പ്രളയമുണ്ടാകുന്നു. അതിനെ അവാന്തരപ്രളയം അഥവാ പാർത്ഥിവപ്രളയം എന്ന് പറയുന്നു. 14 മന്വന്തരങ്ങളുടെ പൂർണ്ണ സമയം ഒരു കൽപ്പമാകുന്നു, ഒരു ബ്രഹ്മദിവസം. ഈ കൽപ്പത്തിന്റെ അവസാനം ഉണ്ടാവുന്ന പ്രളയം നൈമിത്തിക പ്രളയം, കൽപ്പപ്രളയമെന്ന് പറയുന്നു. ബ്രഹ്മാവിന്റെ ആയുസ്സിന്റെ 2 പാർദ്ധ്യങ്ങളുടെയും സമാപ്തിയിൽ പ്രാകൃതിക മഹാപ്രളയമുണ്ടാകുന്നു. അതോടെ സൃഷ്ടികർത്താവായ ബ്രഹ്മാവും ലയിച്ചു പോകുന്നു. തദനന്തരം സമസ്ത ബ്രഹ്മാണ്ഡത്തിന്റെയും പൂർണ്ണ ബ്രഹ്മൻ പരമാത്മാവിൽ ലയിക്കുന്നു. അതിനെയാണ് ആത്യന്തിക പ്രളയമെന്ന് പറയുന്നത്. വീണ്ടും കാലം, കർമ്മം, സ്വഭാവം ഇവയിലൂടെ ആ നിരാകാരത്തിൽ നിന്ന് സാകാര സൃഷ്ടിയുടെ ഉൽപ്പത്തിയുണ്ടാകുന്നു. ഇങ്ങനെയാണ് സൃഷ്ടി പ്രളയങ്ങളുടെ ക്രമം അനാദികാലം മുതൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. മുമ്പ് 14 മനുക്കളുടെ പേരുകൾ പറഞ്ഞിരുന്നുവല്ലോ. അവർ തന്നെയാണ് ഭൂതകാലം, വർത്തമാനകാലം, ഇനി വരാൻ പോകുന്ന കാലത്തെയും മനുക്കൾ. ഓരോ മന്വന്തരത്തിലെയും ദേവതകൾ, ഇന്ദ്രൻ, സപ്തർഷിമാർ, മനുപുത്രർ ഒക്കെ മാറ്റമുണ്ടായിക്കൊണ്ടിരിക്കും. ഓരോ 4 യുഗങ്ങൾക്ക് ശേഷവും ഓരോ വേദവിപ്ലവം ഉണ്ടാകും. അപ്പോൾ സപ്തർഷിമണ്ഡലം ഭൂതലത്തിൽ ആവിർഭവിച്ച് വേദങ്ങളെ ഉദ്ധരിക്കുന്നു. ഓരോ സത്യയുഗത്തിലെയും മനുവാണ് ധർമ്മശാസ്ത്ര പ്രണേതാവാകുന്നത്, മനുസ്മൃതി രചിക്കുന്നത്. മനുവിന്റെയും മനുപുത്രന്മാരുടെയും കാലഘട്ടത്തിൽ ദേവത യജ്ഞഭുക്കുകളാകുന്നു. മനുപുത്രരും അവരുടെ വംശത്തിലുള്ളവരുമാണ് ഒരു മന്വന്തരം മുഴുവനും പൃഥ്വിയുടെ അധികാരം നടത്തുന്നത്. മന്വന്തരഭേദത്തിനനുസരിച്ച് ഭഗവാൻ വ്യത്യസ്ത രൂപം ധരിച്ച് അവതരിക്കുന്നു. ഇനി വരുന്ന ലേഖനങ്ങളിൽ ആ മനുക്കളുടെ കുറിച്ചുള്ള വൃത്താന്തം പരാമർശിക്കാം. ഇനി വരുന്ന എപ്പിസോഡുകളായിട്ടത് പറയാം. ഈ കഥകൾ കേൾക്കുന്നവരുടെ ജന്മം പുണ്യതരമാവും. അവരുടെ വംശത്തിന് ഒരിക്കലും ക്ഷീണം സംഭവിക്കുകയില്ല. ഔത്തമന്വന്തര ശ്രവണത്താൽ ധനപ്രാപ്തിയുണ്ടാവുന്നു. താമസമനുക്കഥ ജ്ഞാനവും, രൈവതമനുക്കഥ ബുദ്ധിയും, സുന്ദരസ്ത്രീയും ചാക്ഷുഷനിൽ നിന്ന് ആരോഗ്യം, വൈവസ്വതകഥ ബലവും, സൂര്യസാവർണികകഥ ഗുണവാനായ പൗത്രനും, ദക്ഷകഥ ശ്രേഷ്ഠജാതിയും, സദ്ഗുരുവും, ബ്രഹ്മസാവർണിക കഥ മാഹാത്മ്യം, ധർമ്മ സാവർണിക കഥ ശുഭം,
മതിരുദ്രസാവർണി ജയം, രൗച്യകത ശത്രുനാശക്ഷമത, ദൗത്യകത ദേവപ്രസാദവും അഗ്നിഹോത്രഫലവും ഗുണവാനായ പുത്രനു ലഭിക്കാൻ കാരണമാകും. ഈ മനുക്കഥകളെല്ലാം കേൾക്കുന്നത് തന്നെ അങ്ങേയറ്റം ശ്രേഷ്ഠമായിട്ടുള്ളതാണ്, ഉത്തമമാണ്. ഈ 14 മന്വന്തരത്തിലെയും ദേവഗണം, ഋഷിഗണം, ഇന്ദ്രന്മാർ, മനുക്കൾ, രാജാക്കന്മാർ, അവരുടെ വംശവൃത്താന്തം ഇവ കേൾക്കുന്നത് മനുഷ്യന്റെ സർവപാപഹരവും ബുദ്ധിദായകവും സർവപൂർവികരുടെയും ഭഗവാൻ വിഷ്ണുവിന്റെയും വിഭൂതികൾ ലഭ്യമാകുവാനും കാരണമായി വരും. സർവേച്ഛ ദേവാ മനവഃ സമസ്ത സപ്തർഷയോ യേ മനുസൂനവശ്ച ഇന്ദ്രശ്ച യോയം ത്രിദശോശ ഭൂതോ വിഷ്ണോരശേഷാ സ്തു വിഭൂതയസ്ത.